ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളത് നോക്കാം. അതായത് ഇത് വേറൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു കോൺട്രാക്റ്റ് ആണ്. ആരൊക്കെ തമ്മിൽ? ഏതോ രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഫിനാൻഷ്യൽ അസറ്റും കിട്ടും, മറ്റേ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി കിട്ടും. അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആകാശ് ലെൻസ് $10,000 ടു ഭവ്യ. ആകാശ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭവ്യ എന്ന് പറയുന്ന ആൾക്ക് ഒരു $10,000 ക്യാഷ് കൊടുക്കുന്നുണ്ട്. സോ ആകാശിനെ സംബന്ധിച്ച് ഇതെന്താണ്? ആകാശിന് ഈ $10,000 കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലേ? ആകാശിനിത് റിസീവബിൾസ് ആണ്. സോ ഇതൊരു അസറ്റാണ്. ഭവ്യയ്ക്ക് ഇതെന്താണ്? $10,000 ആകാശിന് തിരിച്ചു കൊടുക്കണം അല്ലേ? $10,000 തിരിച്ചു കൊടുക്കണം. സോ ഭവ്യനെ സംബന്ധിച്ച് ഇതൊരു പേയബിൾ ആണ്. സോ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്, അതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ആകാശിന് ഇത് അസറ്റും ഇത് ഭവ്യയ്ക്ക് ലയബിലിറ്റി ആയിട്ട് മാറി. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനും എന്തുണ്ട്? രണ്ട് സൈഡ്സ് ഉണ്ട്. ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനും രണ്ട് സൈഡുകളുണ്ട്. അതിലൊന്ന് അസറ്റ് ആവാം, മറ്റൊന്ന് ലയബിലിറ്റി ഓർ ഇക്വിറ്റി ആയിരിക്കും. സോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്നും പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് പഠിക്കാനില്ല. ബട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും മെഷർമെൻറ്റിനെ കുറിച്ചും ഡിസ്ക്ലോഷറിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ തന്നെ സ്റ്റാൻഡേർഡുകളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ IAS 32 ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ ഏത് പാർട്ട് അസറ്റായിട്ടും ലയബിലിറ്റി ആയിട്ടും ഇക്വിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളത് IAS 32 ആണ് പറയുന്നത്. ആൻഡ് IFRS 9 ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് IFRS 9. ആൻഡ് IFRS 7 എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം, നമ്മുടെ നോട്ട്സ് ടു FSൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് IFRS 7 ഡിസ്ക്ലോഷർ. സോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ ചുറ്റിപ്പറ്റി 3 സ്റ്റാൻഡേർഡുകളാണ് നമുക്ക് ആക്ച്വലി കവർ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, ഒരാൾക്ക് അസറ്റും മറ്റൊരാൾക്ക് ലയബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി കിട്ടുമെന്ന്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് എന്തേലും ഒരു കാരണത്താൽ ക്യാഷ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ട്രേഡ് റിസീവബിൾ, നേരത്തെ ആകാശിൻ്റെ എക്സാമ്പിളിൽ കണ്ടതുപോലെ നമുക്ക് എന്തുണ്ട്? ക്യാഷ് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും അല്ലേ? സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ് ഡിവിഡൻഡ് ഇൻകമാണ്, അതൊരു ക്യാഷ് ആണ്. സോ ക്യാഷ് വരുന്നുണ്ട്. ലോൺ ഗീവൺ, നമ്മൾ എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അതിന് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഇൻ റിട്ടേൺ ആയിട്ട് കിട്ടും അല്ലേ? സോ അവിടെയും ക്യാഷ് വരുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ക്യാഷ് കൊണ്ട് തരുന്ന എല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഫിനാൻഷ്യൽ അസറ്റ് എന്നാണ് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ. ഇനി എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്? ഇസ് ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ നമുക്ക് ക്യാഷ് വരാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ ക്യാഷ് പോകുന്ന ഐറ്റംസ് നമ്മൾ ക്യാഷ് ആർക്കെങ്കിലും കൊടുക്കാൻ ബാധ്യസ്ഥതയായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ഫോർ എക്സാമ്പിൾ ട്രേഡ് പേയബിൾസ്, നമ്മുടെ ഭവ്യയുടെ കേസ്, ഭവ്യ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. സോ ട്രേഡ് പേയബിൾസ്. അതുപോലെ തന്നെ നമ്മളൊരു ലോൺ എടുത്തു എന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ആ ലോൺ എടുത്ത എമൗണ്ട് റീപേ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെയാണ് ഡിബഞ്ചേഴ്സ്. സോ ഇതൊക്കെയാണ് എക്സാമ്പിൾ ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ. ഇനി എന്താണ് ഇക്വിറ്റി സൈഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിൽ നമുക്കുണ്ടാവുന്ന ഓണർഷിപ്പ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് അസറ്റ്സ് ആണല്ലേ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയിലുള്ള
എല്ലാ അസറ്റ്സിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റി മൈനസ് ചെയ്ത് ബാക്കി അവിടെ എന്താണോ വരുന്നത് അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഒന്നുകിൽ നമുക്ക് ഇക്വിറ്റി ആയിരിക്കും കിട്ടുന്നത്, റൈറ്റ്? നമുക്കൊരു കമ്പനിയുടെ മുകളിൽ ഓണർഷിപ്പ് ആയിരിക്കും കിട്ടുന്നത്. സോ അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർഡിനറി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്, ഇതൊക്കെയാണ് ഇക്വിറ്റിക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ കമ്പനി ഇഷ്യൂസ് ഷെയർസ് ഫോർ $1,00,000. ഒരു കമ്പനി $1,00,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുവാണ്. കമ്പനിക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. 1,00,000 കമ്പനിക്ക് കിട്ടും. സോ ക്യാഷ് കിട്ടി, അതൊരു ഫിനാൻഷ്യൽ അസറ്റായിട്ട് കമ്പനിക്ക് കാണിക്കാം. ആൻഡ് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് എന്താണ്? ഇൻവെസ്റ്ററിന് ഷെയർ ആണ് കിട്ടുന്നത്, അല്ലേ? സോ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ആ കമ്പനിയിൽ ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. സോ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് അതൊരു ഇക്വിറ്റി ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ഇൻ ഡീറ്റെയിൽഡായിട്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ മെഷർമെൻറ്റിലോട്ടൊക്കെയാണ് പോകുന്നത്. നമുക്കിവിടെ മെയിൻലി ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ മെഷർമെൻറ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നുള്ളതൊന്ന് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാം. സോ ജസ്റ്റ് അസ്യൂം ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കാൻ വേണ്ടിയിട്ടും ബിസിനസ്സിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ആര് വേണം? ക്യാഷ് വേണം, അല്ലേ? നമ്മൾ ബിസിനസ് സ്റ്റഡീസിലൊക്കെ കേട്ടിട്ടുള്ളതാണ് ക്യാഷ് ഈസ് ദ ബ്ലഡ് ഓഫ് ബിസിനസ് എന്നുള്ളത്. ബിസിനസ് റൺ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ക്യാഷ് വേണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബിസിനസ്സിൽ എന്തില്ല? ക്യാഷ് ഇല്ല എന്ന് വിചാരിക്കുക. ക്യാഷ് ഇല്ല എന്നും പറഞ്ഞിട്ട് ഓപ്പറേഷൻസും ഗ്രോത്തും ഒക്കെ മറന്നേക്കാം എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി പറ്റുമോ? ബിസിനസ്സിന് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം. അത് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അൾട്ടിമേറ്റ്ലി പുറത്ത് നിന്ന് ക്യാഷ് കടമെടുക്കും. ഒന്നുകിൽ നമ്മൾ ക്യാഷ് കടത്തിന് കൊടുക്കുന്ന ആൾക്കാരുടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കടത്തിന് വാങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇല്ലേ? ക്യാഷ് തരുന്ന ബാങ്ക് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് വാങ്ങും. സോ ഇവർ എന്ത് ചെയ്യും? നമുക്ക് അൾട്ടിമേറ്റ്ലി ബിസിനസ്സിലേക്ക് ക്യാഷ് തരും. ഓക്കെ, ഇവരാരെങ്കിലും ചുമ്മാ ക്യാഷ് തരൂ? നിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോട്ടെ, എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും, എൻ്റെ പൈസ നീ വെച്ചോന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തരുമോ? ഇല്ല. പകരം ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ഈ ബിസിനസ് ക്യാഷ് റീപേ ചെയ്യണം. അതുപോലെ തന്നെ ഇൻ റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് കൊടുക്കുക വേണം, അല്ലേ? ഇവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമല്ലേ ഇവർ ക്യാഷ് കൊടുക്കുകയുള്ളൂ. സോ നമ്മുടെ ബിസിനസ് റീപേയ്മെൻറ്റും അതുപോലെ തന്നെ ഇൻ റിട്ടേൺ ആയിട്ട് എന്തൊക്കെയോ ഐറ്റംസ് കൊടുക്കാനുണ്ട്. ഇതിന് എക്സാമ്പിളാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ദർ ഈസ് ആൻ ഒബ്ലിഗേഷൻ, റൈറ്റ്? സോ കമ്പനിക്ക് അവിടെ എന്ത് വരുന്നുണ്ട്? ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ്. സോ ഇതാണ് അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ബിസിനസ്സിന് ഫണ്ട് വേണം. സോ പുറത്തുനിന്ന് ഫണ്ട് എടുക്കുന്നു. ആ ഫണ്ട് നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണം? തിരിച്ചടയ്ക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഇനി മെഷർമെൻറ്റിലോട്ടാണ് പോകുന്നത്. മെഷർമെൻറ്റ്. സോ ഇനിഷ്യൽ മെഷർമെൻറ്റ് എങ്ങനെ ആയിരിക്കും? നമ്മൾ പുറത്തുനിന്ന്, ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തു, ഓക്കെ, കടമെടുത്തു. സോ ഇത് നമ്മൾ ആദ്യം ലയബിലിറ്റി ആയിട്ട് ബുക്സിൽ കാണിക്കേണ്ടേ? സോ ഇനിഷ്യലി എത്ര വാല്യൂ, അതായത് എന്ത് വാല്യൂലായിരിക്കും നമ്മൾ ബുക്സിൽ കാണിക്കേണ്ടത്? അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ഇനിഷ്യൽ മെഷർമെൻറ്റ്. സോ ഇനിഷ്യലി നമ്മൾ മെഷർ ചെയ്യുന്നത് ഫെയർ വാല്യൂലാണ്. ഫെയർ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നോമിനൽ വാല്യൂ ചൂസ് ചെയ്യും. ഇനി എന്താണ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ. നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഈ മാർക്കറ്റ് വാല്യൂ കാണിക്കുന്നത്, അതായത് ഫെയർ വാല്യൂവിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? മോസ്റ്റ് റിലയബിളി ഉള്ള വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ട്രൂ ആയിട്ടുള്ളൊരു എക്കണോമിക് റിയാലിറ്റി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ ഫെയർ വാല്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ. സോ ദാറ്റ്സ് വൈ വി മെഷർ ഫിനാൻഷ്യൽ ലയബിലിറ്റി അറ്റ് ഇനിഷ്യലി ഫെയർ വാല്യൂ. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട് ഫെയർ വാല്യൂ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ഓർ റിയൽ എക്കണോമിക് വാല്യൂ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇനി എന്തിനാണ് ഫെയർ വാല്യൂ കാണിക്കുന്നത്? ബിക്കോസ് IFRS വാണ്ട്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു റിഫ്ലക്ട് എക്കണോമിക് റിയാലിറ്റി at the transaction date, not just contract numbers. It prevents overstatement, understatement of liability. അതായത് നമ്മളോട് IFRS പറയുന്നുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ല രീതിയിൽ എക്കണോമിക് റിയാലിറ്റി റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഡേറ്റിലുള്ള മാർക്കറ്റ് വാല്യൂ വേണം കാണിക്കാൻ. അല്ലാണ്ട് ജസ്റ്റ് ആ കോൺട്രാക്റ്റിൽ എത്രയാണോ വാല്യൂ പറയുന്നത് അതല്ല, അന്ന് മാർക്കറ്റിൽ എത്രയാണോ വാല്യൂ അത് വേണം കാണിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഓവർ സ്റ്റേറ്റ്മെൻറ്റും അണ്ടർ സ്റ്റേറ്റ്മെൻറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് IFRS പറയുന്നത്. സോ ദാറ്റ്സ് വൈ ഫെയർ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി ഫെയർ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ചൂസ് ചെയ്യും? നോമിനൽ വാല്യൂ അല്ലേ? നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്, റൈറ്റ്? സോ ഈ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ കോൺട്രാക്റ്റിൽ കാണിച്ച ഈ വാല്യൂ ഇല്ലേ, ഈ വാല്യൂവിനെയാണ് നമ്മൾ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോമിനൽ വാല്യൂവിനെ ഫേസ് വാല്യൂ എന്നും പെർ വാല്യൂ എന്നും പറയുന്നുണ്ട്. വാല്യൂ റിട്ടൺ ഓൺ ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് കോൺട്രാക്ട്, ഇറ്റ് ഈസ് നോട്ട് മാർക്കറ്റ് ബേസ്ഡ്, ജസ്റ്റ് എ ലീഗൽ ഓർ കോൺട്രാക്ട് നമ്പർ ആയിരിക്കും ഇത്. ഇനി എന്തുകൊണ്ട് ഫെയർ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നോമിനൽ വാല്യൂ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് അവിടെ എന്തുണ്ടാവില്ല? ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടായിരിക്കണം എന്നില്ല. ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫെയർ വാല്യൂ എടുക്കാൻ വേണ്ടി പറ്റൂ. സോ മാർക്കറ്റ് വാല്യൂ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്സർവബിൾ വാല്യൂ ഇല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പുതിയ ഇൻസ്ട്രുമെൻ്റ് ആണ്, പ്രൈവറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പയർ ചെയ്യാൻ വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ നോമിനൽ വാല്യൂ ചൂസ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ മെഷർമെൻറ്റ് എങ്ങനെയാണ്? അറ്റ് ഫെയർ വാല്യൂ ഓർ നോമിനൽ വാല്യൂലായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക. ആൻഡ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫെയർ വാല്യൂവിൽ നിന്നും അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിൽ നിന്നും അവിടെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. സോ എന്താണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നുള്ളതും എന്തിനാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നത് എന്നുള്ളതും നോക്കാം. ഫസ്റ്റ് എന്താണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നുള്ളത് നോക്കാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എടുക്കുന്ന സമയത്ത്, ഇവിടെ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇൻകർ ആവുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ലീഗൽ ഫീസോ അണ്ടർ റൈറ്റിംഗ് ഫീസോ ബ്രോക്കറേജ് ഫീസോ ഇഷ്യൂ കോസ്റ്റോ പോലത്തെ കോസ്റ്റുകൾ ഇൻകർ ആവാറുണ്ട്. ഇങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്തല്ല, ആ ലയബിലിറ്റിയുടെ ഭാഗമല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് എ കമ്പനി ബോറോസ് $1,00,000 ഫ്രം എ ബാങ്ക് ഫോർ 2 years. 2 വർഷത്തേക്ക് ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിൽ നിന്ന് $1,00,000 കടമെടുത്തിട്ടുണ്ട്. സോ ബാങ്ക് എത്ര തന്നു? $1,00,000 ഇഷ്യൂ ചെയ്തു. ഓക്കെ, ബാങ്ക് 1,00,000 കൊടുക്കുന്നുണ്ട്. ബട്ട് ചാർജസ് 2,000 പ്രോസസ്സിങ് ഫീ. പക്ഷേ അവിടെ $2,000 പ്രോസസ്സിങ് ഫീസ് വന്നു. സോ കമ്പനിയിലേക്ക് ആക്ച്വലി ക്യാഷ് എത്രേ കിട്ടിയുള്ളൂ? $1,00,000 മൈനസ് 2,000, $98,000 മാത്രമേ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ അൾട്ടിമേറ്റ്ലി. പക്ഷെ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 1,00,000 കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബാങ്കിലും ഈ കമ്പനിയിലേക്ക് ക്യാഷ് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരൻ ആരോ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു തേർഡ് പാർട്ടി. ഓക്കെ, ഈ തേർഡ് പാർട്ടിയാണ് എന്ത് ചെയ്തത്? ഈ പ്രോസസ്സിങ് ഫീസ് കൊണ്ടുപോയത്. ഓക്കെ, സോ ഈ തേർഡ് പാർട്ടി വഴിയാണ് നമുക്ക് ഈ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയതെന്ന് വിചാരിക്കുക. ബാങ്ക് എന്ത് ചെയ്തു? ബാങ്ക് $1,00,000 കൊടുത്തു. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ തേർഡ് പാർട്ടി $2,000 മുക്കി. ഓക്കെ, അവരുടെ ഫീസ്. ദെൻ നമ്മുടെ കയ്യിലേക്ക് എത്ര രൂപയെ വന്നുള്ളൂ? $98,000 വന്നുള്ളൂ. സോ നമ്മൾ ബുക്സിൽ എത്രയേ കാണിക്കുള്ളൂ? $98,000 കാണിക്കൂ. ആക്ച്വലി നമുക്ക് ക്യാഷ് ഇത്രയേ കിട്ടിയുള്ളൂ. സോ $98,000 ആയിരിക്കും നമ്മൾ ഇനിഷ്യലി മെഷർ ചെയ്യുന്നുണ്ടാവുക.
സംഭവം പിടികിട്ടിയേ? സോ ഈ 2000 പ്രോസസ്സിംഗ് ഫീ ആണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് $2000 ബാങ്കിലേക്കാണോ പോയത്? അല്ല, ഇതേതോ തേർഡ് പാർട്ടിക്കാണല്ലേ പോയത്. സോ ഇത് അൾട്ടിമേറ്റ്ലി ലെൻഡറിലേക്കല്ല ഈ ക്യാഷ് പോകുന്നത്, റൈറ്റ്? അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, റീപേയ്മെൻറ്റ് എമൗണ്ട് കൂടാനും പോകുന്നില്ല. ഇത് ലെൻഡറിലേക്കല്ല പോകുന്നത്. ഇത് ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ് ഒന്നും ക്രിയേറ്റും ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇത് ലോണിൻ്റെ പാർട്ടല്ല ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നുള്ളത്. സോ ദാറ്റ്സ് വൈ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂന്ന് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നത്.